ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോണത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dത്തെ കോപ്പി ഗെയിമാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണെന്ന്. പക്ഷേ ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D അല്ല. ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഒരു കോപ്പി ഗെയിമാണ്. കണ്ടോ അതേപോലെ തന്നെ ഉണ്ടാവും, പക്ഷേ ഇത് കോപ്പി ഗെയിമാണ്. ഇതിൻ്റെ പേരാണ് ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D. നിങ്ങൾ എവിടേക്കാണ് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്യാൻ പോകുന്നത്? പ്ലേ സ്റ്റോറിൽ പോയി അത് കിട്ടാനൊന്നും പോകണില്ല. ഞാൻ ലാസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഇവിടെ കണ്ടില്ലേ ഗൈസ്, ഗോസ്റ്റ് ഹൗസ് ഉണ്ട്, മൂടുണ്ട്. ഈ ഗെയിമിൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dനെ കാട്ടി മൂടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ മൂണിൻ്റെ അവിടെ സ്പോൺ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനില്ലേ ഒരു സ്റ്റണ്ട് റേസ് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഇന്ത്യൻ IBD3D പ്ലഗിൽ നിന്നൊരു സ്റ്റണ്ട് റേസ് കോപ്പി ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഈ ഗെയിമിൽ വന്ന് പേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ സ്റ്റണ്ട് റേസിലാണ് സ്പോൺ ആയത്. ഇതാണ് മൂണിൻ്റെ ഒരു പ്രത്യേകത. ഇവിടെ പിന്നെ ഏലിയൻസ് ഒക്കെ ഉണ്ടാവും. ഏലിയൻസ് അതവിടെ ഒരു ഏലിയൻ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു എന്ന് വിചാരിക്കണം. എന്താ വയസ്സ് ഇവിടെ ഒരു ഏലിയൻ കണ്ടാ വരുന്നത്? അവിടെയാണ് വയസ്സ് ഏലിയൻ. പിന്നെ അടുത്തത് ഗോസ്റ്റ് ഹൗസാണ്. ഗോസ്റ്റ് ഹൗസിലെ മെഗാ റാമ്പ്. ഇത് കണ്ടില്ലേ, മെഗാ റാമ്പിൻ്റെ കളർ എന്തോ ഇതുപോലെ ഉണ്ട്. ഒരു പച്ചയും മറ്റേ ബ്ലൂവും പോലെ, ഗ്രീനും ബ്ലൂവും. അതും നല്ല കളറൊക്കെ തന്നെ. ഇതിൽ കണ്ടില്ലേ ഡ്രസ്സൊക്കെ മാറ്റാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ കളർ കണ്ടില്ലേ, ഡ്രസ്സിൻ്റെ കളർ ഒരു പ്രത്യേകത കളറാണ്. നമുക്ക് പിന്നെ കാറിൻ്റെ കളർ മാറ്റാനൊക്കെ പറ്റും. അത് ഇവിടെ കണ്ടില്ലേ കുറേ ബാഗുണ്ട്. അത് വ്യത്യസ്തമായ കളറിലാണ് ബാഗൊക്കെ. ഈ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ അങ്ങനത്തെ ബാഗൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ ഗെയിം നന്നായിട്ടൊക്കെ ഉണ്ട്. നമുക്കിനി ഇതൊന്ന് കളിച്ച് നോക്കാം. ഏത് വണ്ടി എടുക്കുക? നമുക്ക് 1210 KTM എടുക്കുക. ഇതാണല്ലേ ഇവിടെ മറ്റേ ഇന്ത്യൻ ബൈക്ക് പോലെ ചീറ്റ് ആക്ടിവേറ്റഡ് അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D ആണ്. പക്ഷേ ഇത് പ്ലേ സ്റ്റോറിൽ കിട്ടില്ല. ഞാൻ ലാസ്റ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് പറഞ്ഞുതരാം. ഗൈസ് പോലെ ബെസ്റ്റ് പോയി ഗൈസ്. ഇനി നമുക്ക് ഇവൻ്റെ ഇതിൽ പിന്നെ കുറേ ഉണ്ട് കേട്ടോ. ഇവൻ്റെ വീടുണ്ട്, സ്കൂളുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അതൊക്കെ ഉണ്ട് ഇതിൽ. പോലീസ് സ്റ്റേഷൻ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലും ഉള്ളതാണ്. എന്നാലും പോലീസ് സ്റ്റേഷൻ ഇതേപോലെ തന്നെ. പിന്നെ ഹോസ്പിറ്റലും സ്കൂളും ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഇത്. ഈ ഗെയിമിൻ്റെ വെർഷൻ 1 ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു കേട്ടോ. ഈ ഗെയിം ഇന്നലെ മിന്നാന്നല്ല ഇറങ്ങിയുള്ളൂ തോന്നുന്നു. അതാണ് ഗൈസ്, ഇന്നലെ മിന്നാന്നൊക്കെ ഇറങ്ങിയിട്ടുള്ളൂ ഈ ഗെയിം. അപ്പോഴേക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നു. ഇന്ത്യൻ ബൈക്കത്തെ ഫസ്റ്റ് വെർഷനിൽ പോലും ഇങ്ങനത്തെ ഗ്രാഫിക്സ് ഉണ്ടാവില്ല. അതാണ് ഇത് പക്ക കോപ്പി ഗെയിമാണ് കേട്ടോ. ഇന്ത്യൻ ബൈക്ക് പോലെ തന്നെ ഉണ്ടാവും. കളിക്കുമ്പോൾ ഇത് ഇന്ത്യൻ ബൈക്ക് പോലെ തോന്നും, പക്ഷേ ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D അല്ല. പിന്നെ ഞാൻ പറഞ്ഞു വരാൻ പോണത് ഈ സാധനമാണ്. ഇവിടെ മറ്റേ വീടില്ല കേട്ടോ, നമ്മുടെ വീട്. ഇത് മറ്റേ ഹോസ്പിറ്റലാണിത്. ഇത് ഹോസ്പിറ്റല്, വീടില്ല നമ്മുടെ. ഇതാണ് ഈ ഹോസ്പിറ്റല്. ഇവൻ തലയിടിച്ച് വീണു. ബെസ്റ്റ്, ഇവൻ ചത്ത ഗൈസ്. അങ്ങനെ ഞാൻ പിന്നെയും ഈ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യം നിഞ്ച H2R ആണ് കൊണ്ടുവന്നു. എൻ്റെ അമ്മോ, ഈ ചെക്കൻ വെറുതെ വീഴുന്നുണ്ടല്ലോ ഗൈസ്. ഞാൻ ഇവിടെ ഇൻഫിനിറ്റി ഹെൽത്തൊക്കെ അടിച്ചു. ഇവിടെ കണ്ടില്ലേ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ പോയിട്ട് ഡോക്ടർമാരൊക്കെ ഇരിക്കും. ഇവിടെ പിന്നെ മരുന്നൊക്കെ വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ പറ്റും. പിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ഇവിടെ കണ്ടില്ലേ പേഷ്യൻസൊക്കെ വന്ന് കിടക്കാനുള്ള ബെഡൊക്കെ ഇവിടെ ഉണ്ട്. അവിടെ ഇരുന്ന് ഓപ്പറേഷൻ ചെയ്യാം നമുക്ക്. അയ്യോ, നമുക്കിനി അടുത്ത സാധനം കാണിച്ചു തരാം. അടുത്ത സാധനം ഇത്തിരി സീനായിരിക്കും. അതാണ് നമ്മുടെ സ്കൂള് ഗൈസ്. സ്കൂളിൽ മറ്റേ ചെയറും അങ്ങനെ 2 ക്ലാസ്സേ ഉള്ളൂ സത്യത്തിൽ സ്കൂളിൽ. നമുക്ക് വേണമെങ്കിൽ സ്കൂളിൻ്റെ സ്റ്റോറി വീഡിയോ ഒക്കെ ഇടുക. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമില്ലേ, റിയൽ ഗെയിം. ആ ഗെയിമിൻ്റെ ഈ വരാൻ പോണ ലേറ്റസ്റ്റ് അപ്ഡേറ്റിലില്ലേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരിക. ആ അപ്ഡേറ്റ് വരുമ്പോഴേക്കും ഈ വേറെ ഏതോ ഡെവലപ്പർ വന്നിട്ട് ഇതേപോലത്തെ ഗെയിം ഉണ്ടാക്കി. അപ്ഡേറ്റ് വരുമ്പോഴേക്കും തന്നെ ഉണ്ടാക്കി. ഇപ്പം നമുക്ക് ഗെയിമിൻ്റെ അപ്ഡേറ്റ് കളിക്കുക. അതാണ് ഗൈസ് ഞാൻ പറഞ്ഞു തരാൻ പോണത്. ഇതാണ് ഗൈസ് നമ്മുടെ സ്കൂളെന്ന് പറയണത്. സ്കൂൾ ഇത് കണ്ടില്ലേ, SCHOOL സ്കൂൾ ഗൈസ്. നമുക്കിനി സ്കൂളിൻ്റെ അകത്തോട്ട് പോവാം.
ഗൈസ് ഇത് കണ്ടില്ല, ഇവിടെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ ചെയറിലിരുന്ന് എഴുതാനൊക്കെ പറ്റും. വല്ല ബുക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയറിലിരുന്ന് എഴുതാനൊക്കെ പറ്റുകയാണെങ്കിൽ നന്നായിന്. ഗൈസ് ഇതാണ് മേലത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇതിൽ ആകെ 2 ക്ലാസ്സേ ഉള്ളൂ. ആ 2 ക്ലാസ്സൊക്കെ ധാരാളം, അതൊക്കെ മതി നമുക്ക്. എന്തിനാ 10-15 ക്ലാസ്സൊക്കെ? ഓ ഇവൻ വെറുതെ വീണല്ലോ ഗൈസ്. അടുത്തത് എന്താണ്? അടുത്തത് ഇവൻ്റെ വീടാണ് സത്യത്തിൽ. ഇവൻ്റെ വീട് കാണിച്ചു തരാം. ഓക്കെ, വീട് കാണിച്ചു തരുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. റോഡ് ടു 700 ആണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഇവൻ കണ്ടില്ലേ തലയിടിച്ച് വീഴുന്നുണ്ട് വെറുതെ. നമുക്കിനി റാമ്പായി ചാടിയിട്ട് തന്നെ പോകണം ഗൈസ്. എനിക്ക് ചാടാണ്ട് ശരിയാവില്ല. അവൻ ഇപ്പം തലയിടിച്ച് വീഴും ഗൈസ്. അങ്ങനെ അവൻ തലയിടിച്ച് വീണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് ഇവൻ്റെ വീട്ടിലോട്ട് പോവാം ഗൈസ്. അതാണ് അവൻ്റെ വീട്. ഇത് കണ്ടില്ലേ ഗൈസ്, അവൻ്റെ ഒരു വ്യത്യസ്തമായ വീടാണ്. ഇവിടെ പിന്നെ സ്വിമ്മിങ് പൂളും ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അതിൽ നീന്താനൊക്കെ പറ്റും. പിന്നെ ഈ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ വീട് പോലെയാണ്. ഡ്രോൺ ക്യാമറ കട്ടെ, ഡ്രോൺ ക്യാമറ ഗൈസ്. ഇതാണ് ഗൈസ് വീട് എന്ന് പറയുന്നത്. ഇതിൽ പിന്നെ 3-4-5 ഫ്ലോറൊക്കെ ഉണ്ട് കേട്ടോ. 3 ഫ്ലോർ ഉണ്ട് ഇതിൽ. മേലെ കണ്ടില്ലേ? നമുക്ക് വേണമെങ്കിൽ ഇതവിടെ ഹെലികോപ്റ്ററൊക്കെ പാർക്ക് ചെയ്തിടാം. അതിപ്പോൾ എന്തായാലും നല്ല കാര്യം. നമുക്കിനി ഇതിൻ്റെ കളർ കണ്ടില്ലേ ഗൈസ്, ഇത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലുള്ള കളറ്. അടുത്തത് കണ്ടോ, അവിടെ പിങ്ക്, ഗോൾഡ്, ബ്രോൺസ് അങ്ങനത്തെ കളറൊക്കെ ഉണ്ട്. സിൽവർ, മറൂണ്, എന്താണ് ഇൻഡിഗോ, അങ്ങനത്തെയൊക്കെ കളറുണ്ട് ഗൈസ് ഈ ഗെയിമിൽ. ഗൈസ് എനിക്ക് ഇത്ര ഇൻഫർമേഷനേ കിട്ടിയിട്ടുള്ളൂ. ഇനി അടുത്തതാണ് പറയാൻ പോണത് ഗോസ്റ്റ് ഹൗസ് ഗൈസ്. ഞാൻ സത്യം പറഞ്ഞാൽ ഗോസ്റ്റ് ഹൗസിൽ സ്പോൺ ആവില്ല ഗൈസ്. അതൊരു ബഗ്ഗാണ്. ഇതുണ്ടല്ലേ, ഞാൻ എന്തൊക്കെയോ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രോൺ ക്യാമറ ഓൺ ആക്കിയിട്ട് ഗോസ്റ്റ് ഹൗസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഗോസ്റ്റ് ഹൗസ്. സീനായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് ഡൗട്ട്. ഉള്ളിൽ കയറാൻ പറ്റും. ഗൈസ് ഉള്ളിൽ കാലിയാണ്. ഇത് കണ്ടില്ല, ഒന്നുമില്ല, കാലിയാണ് ഉള്ളിൽ. സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ അടുത്തത് പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, ഇതെങ്ങനെ കയറ്റുന്നല്ലേ നിങ്ങളുടെ ഡൗട്ട്. ഞാൻ കയറ്റിത്തരാം. അത് വഴി പറഞ്ഞുതരാം. എന്ത് ചെയ്യണമെന്നറിയാം, ഞാൻ ഈ ഗെയിം ഡിലീറ്റ് ചെയ്ത് കൊടുത്തേ, എന്നാലേ എനിക്ക് കയറ്റാൻ പറ്റുള്ളൂ. പ്ലേ സ്റ്റോറിൽ പോവുക, സെർച്ച് ചെയ്യുക ഗൈസ്. ടാപ്പ് എന്ന് സെർച്ച് ചെയ്യുക. TAP ടാപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് അങ്ങനത്തെ ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഗൈസ്. ഇൻസ്റ്റാൾ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതിൻ്റെ സൈസ് വരുന്നത് 36 MB ആണ് ഗൈസ്. അങ്ങനെ അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ആയതിനു ശേഷം അതങ്ങ് തുറക്കുക. തുറന്നിട്ട് സെർച്ച് കൊടുക്കുക ഗൈസ്. സെർച്ച് ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D എന്ന് സെർച്ച് ചെയ്യുക. ഇന്ത്യൻ ബൈക്ക് സൂപ്പർ 3D ഡൗൺലോഡ് കൊടുക്കുക. 171 MB ആണ് സൈസ് വരുന്നത്. ഇതൊന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുണ്ടല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞ ഏലിയൻ മോഡ്. നിങ്ങൾക്ക് ആ ഫോട്ടോ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതാണ് ഏലിയൻ മോഡ്. നമ്മൾ മൂണിലാണ് ഏലിയൻ മോഡ്. പിന്നെ ജുറാസിക് പാർക്ക് ഉണ്ട് അതിൽ. നമ്മൾ ഈ പോർട്ടലിൻ്റെ ഉള്ളിൽ കൂടെ വന്ന വേൾഡിലേക്ക് പോകും. പിന്നെ ആ പോർട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ നമ്മൾ മൂണിക്കെത്തും. അങ്ങനെയാണ് ഗൈസ്. പിന്നെ അത് ഇൻസ്റ്റാൾ ആയ ശേഷം ഇൻസ്റ്റാൾ കൊണ്ട് കാണിക്കുന്നുണ്ടാവും. ഡു യു വാണ്ട് ഇൻസ്റ്റാൾ. അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളിംഗ് എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ടാവും. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ അങ്ങനെ ഇൻസ്റ്റാൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ടാവും. ഇനി പ്ലേ കൊടുക്കുക ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഗെയിം ഇതേ ഇൻസ്റ്റാളായി. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.